നെക്സ്റ്റ് ഗ്രൂപ്പ് പ്രോട്ടിസ്റ്റ ആണ് യൂഗ്ലിനോയിഡ്സ് കേട്ടോ. യൂഗ്ലിനോയിഡ് സാധാരണ അത് കാണുന്ന ഹാബിറ്റാറ്റ് ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലാണ് കാണുന്നത്. സാധാരണയായിട്ട് സ്റ്റാഗ്നന്റ് വാട്ടറിൽ, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെയാണ് ഈ പറയുന്ന യൂഗ്ലിനോയിഡ് ഗ്രൂപ്പ് ഓർഗാനിസത്തിനെ കാണുക കേട്ടോ. ഇതിന് സെൽ വോൾ ആബ്സെന്റ് ആണ്. അതിന് പകരം അതിനെ കവർ ചെയ്തിട്ട് ഒരു പ്രോട്ടീനേഷ്യസ് കവറിംഗ് ആണുള്ളത്. ആ പ്രോട്ടീനേഷ്യസ് കവറിങ്ങിന് നമ്മൾ പെല്ലിക്കിൾ എന്നാണ് പറയാ. ഈ പെല്ലിക്കിള് അതിന്റെ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ദ ബോഡി ഈസ് ഫ്ലെക്സിബിൾ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് പെല്ലിക്കിൾ പ്രോട്ടീനേഷ്യസ് കവറിംഗ്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ദേ ഹാവ് 2 ഫ്ലാജെല്ലാസ്. അവർക്ക് 2 ഫ്ലാജെല്ല ഉണ്ട്. അത് ഒരു റിസർവോയറിന്റെ ഉള്ളിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് നോക്കിക്കേ, ഇത് യൂഗ്ലിനയുടെ സ്ട്രക്ചർ ഞാൻ വരച്ചു വെച്ചേക്കുന്നതാണ്. ഇതാണ് ഒരു റിസർവോയർ എന്ന് പറയുന്ന റീജിയൻ. ഇത് ബോഡിയുടെ ആന്റീരിയർ പോർഷനിലായിട്ടാണ് കാണുന്ന ഈ റിസർവോയർ. അതിന്റെ ഉള്ളിലാണ് 2 ഫ്ലാജെല്ലാസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു ഫ്ലാജെല്ല വലുതും ഒരു ഫ്ലാജെല്ല ചെറുതുമാണ് ഇവിടെ. ആ വലിയ ഫ്ലാജെല്ല ദാറ്റ് ഈസ് ഫങ്ഷണൽ ആൻഡ് ദ സ്മോൾ വൺ ഇറ്റ് ഈസ് നോൺ ഫങ്ഷണൽ. ഇത് ഫങ്ഷണലും ഇത് നോൺ ഫങ്ഷണലും ആണ്. ഈ 2 ഫ്ലാജെല്ലയാണ് അവരുടെ ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ അവരുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി, പെല്ലിക്കിൾ കൊണ്ട് അവർക്ക് ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് നന്നായി മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഗാനിസം ആണ് ഈ പറയുന്ന യൂഗ്ലിനോയിഡ്. ഓക്കെ, ഇനി ഇതിന്റെ ബോഡിയുടെ ആന്റീരിയർ പോർഷനിൽ നമുക്ക് കാണാം ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഐ സ്പോട്ട് എന്ന് പറയുന്ന ഒരു റീജിയൻ കാണാം. അവിടെ കളർ പിഗ്മെന്റ്സ് ഇരിക്കുന്നതാണ്. ഇവര് ഫോട്ടോസിന്തറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുമ്പോൾ അന്നേരം ഇവർക്ക് ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്റ്റിഗ്മ അല്ലെങ്കിൽ ഐ സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു കൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്. പറഞ്ഞുതരാം അതിന്റെ ഉപയോഗം എന്താന്ന്. See here, they are photosynthetic in the presence of sunlight. Sunlight ഉള്ളപ്പോൾ ഇവര് photosynthetic ആണ്. ഇവരുടെ കളർ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഹയർ പ്ലാന്റ്സിലേക്ക് പോലെ തന്നെ, ഹയർ പ്ലാന്റ്സിൽ കാണുന്ന പോലെ അതിന് സിമിലർ ആയിട്ടുള്ള കളർ പിഗ്മെന്റ്സ് ആയ ക്ലോറോഫിൽ എയും ബിയും സാന്തോഫിലും ഒക്കെയാണ് ഇവരുടെ കളർ പിഗ്മെന്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. Okay, chlorophyll A, B and xanthophyll are the color pigments present in the. ആ കളർ പിഗ്മെന്റ്സ് എവിടെ ഇരിക്കുന്നത്? ദാ ബോഡിയുടെ ആന്റീരിയർ പോർഷനിൽ സ്റ്റിഗ്മയിലാണ് ഇരിക്കുന്നത്. സ്റ്റിഗ്മയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ഐ സ്പോട്ട്. ഇവിടെയാണ് ലൈറ്റ് ക്യാപ്ചറിങ് ചെയ്യുന്നത്. ആ ലൈറ്റ് ആണ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഫോട്ടോസിന്തറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ ഫുഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന പാരാമൈലം ആണ് കേട്ടോ. പാരാമൈലം എന്ന് പറയുന്ന ഒരു പോളിസാക്കറൈഡ് ആണ്. അതേപോലെ ഫാറ്റ് ആയിട്ടും അത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാന്ന് മാത്രം. ഫുഡ് സ്റ്റോർ ചെയ്തേക്കുന്ന പാരാമൈലം എന്ന ഫോമിലും അതുപോലെ ഫാറ്റ് ഫോമിലുമാണ് യൂഗ്ലിനോയിഡ്സിന്റെ കേസിൽ. ഇനി സൺലൈറ്റ് ഇല്ലാത്തപ്പോ ദേ പ്രെഡേറ്റ് വൺ സ്മോളർ ഓർഗാനിസം. ചെറിയ ഓർഗാനിസത്തിലെ പ്രെഡേറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കും സൺലൈറ്റിന്റെ ആബ്സെൻസിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിലുള്ള ഓർഗാനിസത്തിനെ നമുക്ക് മിക്സോട്രോഫ്സ് എന്ന് വിളിക്കാം. ഈ ഗ്രൂപ്പിലുള്ള ഓർഗാനിസത്തിനെ നമുക്ക് മിക്സോട്രോഫിക് ഓർഗാനിസം എന്ന് വിളിക്കാം. അതായത് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനും ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനും കാണിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ മിക്സോട്രോഫ് എന്ന് വിളിക്കാം. അതേപോലെ ദേ ഹാവ് എ കൺട്രാക്ടൈൽ വാക്യൂൾ ഫോർ ദെയർ ഓസ്മോ റെഗുലേഷൻ. അവരുടെ ബോഡിയിലെ ഫ്ലൂയിഡിന്റെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൺട്രാക്ടൈൽ വാക്യൂളും ഉണ്ട് ഈ ഗ്രൂപ്പിലുള്ള ഓർഗാനിസത്തിന്. ഇവര് മിക്സോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്ലാന്റ് റിലേറ്റീവ് ആണോ ആനിമൽ റിലേറ്റീവ് ആണോ എന്ന് ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റയിലെ ഒരു ഗ്രൂപ്പാണ് യൂഗ്ലിനോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ യൂഗ്ലിനോയിഡ് എന്ന് പറയുന്നത് സാധാരണ ഫ്രഷ് വാട്ടറിൽ ഏറ്റവും കൂടുതലായിട്ട് അത് ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ സ്റ്റാഗ്നന്റ് വാട്ടറിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കാണുന്നത്. ഇവർക്ക് സെൽ വോൾ ആബ്സെന്റ് ആണ്. അതിന് പകരം പ്രോട്ടീനേഷ്യസ് പെല്ലിക്കിൾ ആണ് ഉള്ളത്. അത് ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് 2 ഫ്ലാജെല്ലാസ് ആണ് ഉള്ളത്. ഒരു വലിയ ഫ്ലാജെല്ല, ഒരു ചെറിയ ഫ്ലാജെല്ല ഉണ്ട്. ഈ വലിയ ഫ്ലാജെല്ല ഫങ്ഷണലും ചെറിയ ഫ്ലാജെല്ല നോൺ ഫങ്ഷണലുമാണ്. അത് അറേഞ്ച് ചെയ്തേക്കുന്നതായി റിസർവോയറിന്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ ഇവർക്ക് ആന്റീരിയർ പോർഷനിലുള്ള ഒരു സ്റ്റിഗ്മ ഐ സ്പോട്ട് ഉണ്ട്. അവിടെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഇരിക്കുന്നതാണ്. ഇവരുടെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് പറയുന്നത് ഹയർ പ്ലാന്റ്സിലെ പോലെ തന്നെ ക്ലോറോഫിൽ എയും ബിയും സാന്തോഫിൽ മോളിക്യൂളുമാണ്. ഇവിടെ സൺലൈറ്റ് ഉള്ള സമയത്ത് അവർ ഫോട്ടോസിന്തസിസ് ചെയ്യും. പാരാമൈലിൻ എന്ന ഒരു പോളിസാക്കറൈഡ് സിന്തസൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതുപോലെ ഫാറ്റും പാരാമൈലിനുമാണ് ഇവരുടെ സ്റ്റോർഡ് ഫോം ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് നോക്കിയാൽ ഇവർ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആയിരിക്കും ചെയ്യുന്നത്. അതും ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഏത് ചെറിയ ചെറിയ ഓർഗാനിസത്തിന്റെ മേലെ പ്രെഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഈ തരത്തിലുള്ള ഓർഗാനിസത്തിന് നമുക്ക് മിക്സോട്രോഫിക് ടൈപ്പ് ഓഫ് ഓർഗാനിസം എന്ന് പറയാം. ഇത് പ്രിമിറ്റീവ് റിലേറ്റീവ്
ഓഫ് എന്താ പറയുക പ്ലാന്റ്സ് ആണോ ആനിമൽസ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടിനോടും റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഈ പറയുന്ന യൂഗ്ലിനോയിഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കേട്ടോ. അതുപോലെ ഇതിനൊരു കൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്, ദാറ്റ് ഈസ് ഫോർ ദെയർ ഓസ്മോ റെഗുലേഷൻ. എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് യൂഗ്ലീന. യൂഗ്ലീനയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പ്രോട്ടിസ്റ്റയുടെ നെക്സ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സ്ലൈം മോൾഡാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് പ്രോട്ടിസ്റ്റയാണ് സ്ലൈം മോൾഡ്. ഓക്കെ, സ്ലൈം മോൾഡ് എന്ന് പറയുന്ന ഫോൾസ് ഫംഗൈ എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട് സ്ലൈം മോൾഡിനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫംഗസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായ സാപ്രോട്രോഫിക് നേച്ചർ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് സാധാരണയായിട്ട് ഡീക്കേയിങ് ട്വിഗിലും ലീവ്സിലും ഒക്കെയാണ് കാണുന്നത്. അതായത് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തടി കഷ്ണത്തിലും അതുപോലെ തന്നെ ഇലക്കഷ്ണത്തിലും ഒക്കെയാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് ഓർഗാനിക് മാറ്ററിനെ എൻഗൾഫ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതും യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് കേട്ടോ. സ്യൂട്ടബിൾ കണ്ടീഷൻ ഉള്ളപ്പോൾ അത് ഒരു ആഗ്രിഗേഷൻ ഉണ്ടാക്കാം, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും, പ്ലാസ്മോഡിയം പോലത്തെ ഒരു ആഗ്രിഗേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അതിന് നമ്മൾ ആ ആഗ്രിഗേഷനെ നമ്മൾ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഈ പ്ലാസ്മോഡിയം ഒരുപാട് ഫീറ്റ് പോലും വളരുന്ന, അതായത് ഒരുപാട് വലുപ്പത്തിൽ ഉണ്ടാവുന്ന കാണാം നമുക്ക് ഈ പ്ലാസ്മോഡിയം കേട്ടോ. ഇത് എസെല്ലുലാർ സ്ലൈം മോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സിംഗിൾ സെൽ അല്ല, എസെല്ലുലാർ സ്ലൈം മോൾഡ്. അതായത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വെച്ചാൽ ഒരു ലാർജ് ബാഗ് ഓഫ് സൈറ്റോപ്ലാസം, ഒരു വലിയ സൈറ്റോപ്ലാസത്തിനകത്ത് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഉണ്ടാവും, കുറേ ന്യൂക്ലിയസ് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ പറയുന്ന പ്ലാസ്മോഡിയം സ്ട്രക്ചർ കേട്ടോ. അതിനെയാണ് നമ്മൾ എസെല്ലുലാർ സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫൈസേരം എന്ന് പറയുന്നത് കേട്ടോ. ഫൈസേരം ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇറ്റ്. ഞാനിവിടെ അവസാനം എഴുതിയിട്ടുണ്ട്, എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് ഫൈസേരം. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ഈ പ്ലാസ്മോഡിയം ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യും. ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്ത അതിൻ്റെ ഉള്ള ഫ്രൂട്ടിംഗ് ബോഡിയുടെ ടിപ്പിലായിട്ട് കുറേ സ്പോർട്സിനെയും ക്യാരി ചെയ്യും കേട്ടോ. ആ സ്പോർട്സ് എന്ന് പറയുന്ന പ്ലാസ്മോഡിയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് അവിടെ സ്പോറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ പ്ലാസ്മോഡിയം ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാക്കാം. ആ ഫ്രൂട്ടിംഗ് ബോഡിക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്യാപ്പിലിറ്റിയം. സീനിയോ ഫ്രൂട്ടിംഗ് ബോഡി കോൾഡ് ആസ് ക്യാപ്പിലിറ്റിയം. ഈ ക്യാപ്പിലിറ്റിയത്തിന്റെ ഉള്ളിൽ കുറേ സ്പോർട്സ് ഉണ്ടാവും. ക്യാപ്പിലിറ്റിയത്തിന്റെ അകത്ത് എന്തായിരിക്കും, കുറേ സ്പോർട്സ് ഉണ്ടാവും. ഈ സ്പോർട്സിന് സെൽ വോളും ഉണ്ടാവും കേട്ടോ. ഈ സ്പോർട്സിന് സെൽ വോൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സെൽ വോള് ഹൈലി റെസിസ്റ്റന്റ് ടുവേർഡ്സ് ദ അഡ്വേഴ്സ് കണ്ടീഷൻ ആണ്. എന്ത് തരത്തിലുള്ള എക്സ്ട്രീം കണ്ടീഷൻ വന്നാലും ആ സ്പോറിന്റെ വോള് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് വർഷങ്ങളോളം സർവൈവ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന സ്പോർട്സിന് കേട്ടോ. ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റന്റ് ഇൻ അഡ്വേഴ്സ് കണ്ടീഷൻ, ഇറ്റ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. ഓക്കെ, ഇനി ഈ സ്പോർട്സ് പിന്നെ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അത് ഡിസ്പേഴ്സ് ചെയ്ത് എയർ കറന്റിൽ കൂടെ ഡിസ്പേഴ്സ് ചെയ്ത് സാധാരണ ആയിട്ടുള്ള സ്ലൈം മോൾഡ്, അതായത് പ്ലാസ്മോഡിയം ഡെവലപ്പ് ചെയ്യും. ഈ പ്ലാസ്മോഡിയം ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോറ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു എസെല്ലുലാർ ഫോമിൽ ചുമ്മാ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ന്യൂക്ലിയസിനെ. എന്നിട്ട് ഒരു വലിയ ബാഗ് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കുറേ ന്യൂക്ലിയസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെയാണ് ഇവിടെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് കേട്ടോ. അത് ഫേവറബിൾ കണ്ടീഷനിലാണ് ഉണ്ടാകുന്നത്. അത് സെവറൽ ഫീഡ്സ് അത് വളരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് അൺഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ആകെ എന്താണ്, വലിയ സെൽവോളൊന്നും ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ്. അതിനെന്താ പറയാ, ഒരു വലിയ ബാഗ് പോലത്തെ സാധനത്തിന്റെ ഉള്ളിൽ കുറേ ന്യൂക്ലിയസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പൊ അതിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് അവര് ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഫ്രൂട്ടിംഗ് ബോഡിക്കാണ് നമ്മൾ ക്യാപ്പിലിറ്റിയം എന്ന് പറയുന്നത്. ക്യാപ്പിലിറ്റിയം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ സ്ലൈം മോൾഡ്. സ്ലൈം മോൾഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ക്യാപ്പിലിറ്റിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യാപ്പിലിറ്റിയത്തിന്റെ മേലെയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉൾഭാഗത്തായിട്ട് കുറെ സ്പോർസ് ഡെവലപ്പ് ചെയ്യും. ഈ സ്പോറിന് എല്ലാം സെൽ വോൾ ഉണ്ടാവും. ഈ സ്പോർ എന്താണ്, ആ പ്ലാസ്മോഡിയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഓരോ ന്യൂക്ലിയസുമാണ് സ്പോറായിട്ട് മാറുന്നത് കേട്ടോ. എന്നിട്ട് ഈ ക്യാപ്പിലിറ്റിയത്തിന്റെ വോള് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഈ സ്പോർ എല്ലാം വീണ്ടും പുതിയ സ്ലൈം മോൾഡ്, എസെല്ലുലാർ ഫോമോ സ്ലൈം മോൾഡ് ഉണ്ടാവും. എസെല്ലുലാർ ഫോമോ സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് അതിന്റെ പ്ലാസ്മോഡിയാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫൈസേരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഫൈസേരം ഏത് ഗ്രൂപ്പിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാപ്പിലിറ്റിയം ഏത് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്ലൈം മോൾഡിനെ പറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. ദാറ്റ് ഈസ് ദ പ്രോട്ടോസോവ. കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ നെക്സ്റ്റ് ഗ്രൂപ്പ് ആണ് പ്രോട്ടോസോവ. ഓക്കെ,
പ്രോട്ടോസോവ എന്ന് പറയുന്ന പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് ആണ് കേട്ടോ. അതായത് ആനിമൽ കിങ്ഡത്തിലേക്കുള്ള ഒരു ലിങ്ക് ആണ് ഈ പറയുന്ന പ്രോട്ടോസോവ. അവരെല്ലാം ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് ആണ്. ഒന്നുപോലെ അത് പ്രെഡേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ അത് പാരസൈറ്റ് ആയിട്ടോ ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ എക്സ്ക്രീറ്ററി വേസ്റ്റ് എന്ന് പറയുന്നത് അമോണിയാണ്. ഈ പറയുന്ന പ്രോട്ടോസോവയുടെ എക്സ്ക്രീറ്ററി വേസ്റ്റ് അമോണിയാണ്. അതേപോലെ തന്നെ കൺട്രാക്ടൈൽ വാക്യൂൾ ചിലതിനുണ്ട് ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ട്. ചില പ്രോട്ടോസോവയ്ക്ക് കൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട് കേട്ടോ. ഇത് 4 മേജർ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമീബോയിഡ് പ്രോട്ടോസോവ, നെക്സ്റ്റ് വൺ ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവ, നെക്സ്റ്റ് വൺ സിലിയേറ്റഡ് പ്രോട്ടോസോവ, നെക്സ്റ്റ് വൺ സ്പോറോസോവ. ഇനി ഇതിന്റെ ഓരോന്നിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണുന്നത് എവിടെയാണ്? അമീബോയിഡ് പ്രോട്ടോസോവ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ, അതേപോലെ തന്നെ മോയിസ്റ്റ് സോയിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും മോയിസ്റ്റ് സോയിലിലും കാണുന്ന ഓർഗാനിസംസ് ആണ് അമീബോയിഡ് പ്രോട്ടോസോവ. ഫ്ലാജിലേറ്റഡ് പ്രോട്ടോസോവ ഫ്രീ ലിവിംഗ് ഫോമിലോ അല്ലെങ്കിൽ പാരസൈറ്റിക് ഫോമിലോ ആണ് കാണുക. അതേപോലെ സിലിയേറ്റഡ് പ്രോട്ടോസോവൻ അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ ആക്റ്റീവ്ലി മൂവിങ് ടൈപ്പ് ആണ്. കാരണം അവർക്ക് ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്ന സിലിയാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് കാണിക്കുന്നത് കേട്ടോ. അതേപോലെ സ്പോറോസോവ സാധാരണയായിട്ട് പാരസൈറ്റിക് ഫോമിലാണ് കാണുന്നത് കേട്ടോ. ഇനി ഇതിന്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമീബോയിഡ് പ്രോട്ടോസോവയ്ക്ക് സ്യൂഡോപോഡിയാണ് അതിന്റെ ലോക്കോമോഷനും പ്രേ ക്യാപ്ചറിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ പ്രേ ക്യാപ്ചറിങ് ആൻഡ് ഓൾ ദ സ്യൂഡോപോഡിയ വിൽ ബി യൂസ്ഡ്. അതേപോലെ ഈ അമീബോയിഡ് പ്രോട്ടോസോവയിൽ ഉണ്ടല്ലോ, സീ വാട്ടറിൽ കാണുന്ന ഓർഗാനിസത്തിലെ സിലിക്ക ഷെല്ല് അതിന്റെ സർഫസിൽ കാണാറുണ്ട് കേട്ടോ. സിലിക്ക ഷെല്ല് അതിന്റെ സർഫസിൽ കാണാറുണ്ട്. സാധാരണ അമീബോയിഡ് പ്രോട്ടോസോവിന് സെൽ വോൾ ഇല്ലാത്തതാണ്. അതായത് പ്രോട്ടോസോവ എന്ന് പറയുന്നത് തന്നെ സെൽ വോൾ ഇല്ലാത്ത ഓർഗാനിസം, സെൽ വോൾലെസ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ അമീബോയിഡ് പ്രോട്ടോസോവയ്ക്ക് സാധാരണ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത് അതിന്റെ സെൽ മെംബ്രെയിൻ തന്നെയാണ്. സെൽ മെംബ്രെയിന്റെ എക്സ്റ്റൻഷൻ ലെഗ് പോലെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നതിന് നമ്മൾ സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് ഫൂട്ട് എന്നൊക്കെ പറയുന്നത്. അത് പ്രേ ക്യാപ്ചറിങ്ങിനും അതേപോലെ തന്നെ വാക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ലോക്കോമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മറൈൻ ഹാബിറ്റാറ്റിൽ നമുക്ക് സിലിക്ക ഷെല്ല് അതിന്റെ സർഫസിൽ കാണുന്ന ചില ഗ്രൂപ്പിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവയുടെ പെക്യൂലിയർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് അതിന്റെ ലോക്കോമോഷൻ ഫ്ലാജെല്ലാർ ലോക്കോമോഷൻ ആണ്. ഫ്ലാജെല്ലയാണ് അതിന്റെ ലോക്കോമോട്ടറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പാരസൈറ്റിക് ഫോം എന്ന് പറയുന്ന കുറെ സിക്നസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ബോഡിയിൽ. അതായത് ട്രിപ്പാനോസോമ, അത് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നതാണ് ട്രിപ്പാനോസോമ എന്ന് പറയുന്നത്. അത് പടർത്തുന്നത് ചീച്ചി ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ്, ഒരു ഈച്ചയാണ് അത് കേട്ടോ. ഗ്ലോസിന പാൽപാലിസ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. സോ ചീച്ചി ഫ്ലൈ ആണ് ഈ പറയുന്ന ട്രിപ്പാനോസോമ സ്ലീപ്പിംഗ് സിക്നസിന്റെ പോസിറ്റീവ് ഏജന്റ് ആയ ട്രിപ്പാനോസോമനെ പടർത്തുന്നത്, അതിന്റെ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോമിന് വേറൊരു എക്സാമ്പിൾ ആണ് ലീഷ്മാനിയ ഡോണോവാണി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ലീഷ്മാനിയ ഡോണോവാണി ഉണ്ടാക്കുന്ന ഡിസീസ് ആണ്, അതിന്റെ ഡിസീസ് ആണ് കലാ ആസാർ അല്ലെങ്കിൽ ദം ഫീവർ എന്ന് പറയുന്നത്. കലാ ആസാർ അല്ലെങ്കിൽ ദം ഫീവർ എന്ന് പറയുന്നത്. അത് പടർത്തുന്നത് സാൻഫ്ലൈ ആണ് കേട്ടോ. അത് പടർത്തുന്ന സാൻഫ്ലൈ ആണ്. അതേപോലെ സിലിയേറ്റഡ് പ്രോട്ടോസോവയുടെ സ്പെഷ്യൽ ലോക്കോമോട്ടറി സ്ട്രക്ചർ സിലിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന്റെ കോർഡിനേറ്റഡ് മൂവ്മെന്റ് കൊണ്ട് വാട്ടർ ഗള്ളറ്റ് വഴി അതിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് കയറി അവിടുന്ന് ഫുഡ് ക്യാപ്ചറിങ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ലോക്കോമോഷൻ ത്രൂ സിലിയ, കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് സിലിയ കോസ് ഫുഡ് ക്യാപ്ചറിങ് ത്രൂ ദ ഗള്ളറ്റ് എന്ന് പറയുന്നത് അവരുടെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ബോഡിയുടെ പുറത്തേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഗള്ളറ്റ് എന്ന് പറയുന്നത്. ഈ ഗള്ളറ്റിനകത്തേക്ക് സിലിയ അങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് മെറ്റീരിയൽസ്, ഇപ്പോൾ വാട്ടറിലുള്ള ഫുഡ് സ്റ്റഫ് അതിന്റെ ഉള്ളിലേക്ക്, സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് ഫ്ലാപ്പ് ചെയ്ത് കടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. അതേപോലെ സിലിയേറ്ററി മൂവ്മെന്റ് ആണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൺഡ്രഡ്സ് ഓഫ് സിലിയ ഒറ്റ ടൈം ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഫ്ലാജെല്ല അങ്ങനെയല്ല, വളരെ നീളം കൂടുതലുണ്ട് എങ്കിലും ഫ്ലാജെല്ല ഒരെണ്ണം ഒരു സൈഡിലേക്ക് വേറൊരു സൈഡിലേക്ക് ഒരു കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഒന്നും കാണിക്കുന്നില്ല ഫ്ലാജെല്ല എന്തായാലും. പിന്നെ ഫ്ലാജെല്ലയുടെ നമ്പറും കുറവാണ്. ആസ് കമ്പയർഡ് ടു സിലിയ, ഫ്ലാജെല്ലാസ് നമ്പർ വിൽ ബി ലെസ്. അതേപോലെ ഈ സിലിയേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് എക്സാമ്പിൾ പാരമീഷ്യയാണ് കേട്ടോ. ഈ പാരമീഷ്യത്തിനൊക്കെ 2 കൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്. അതിന്റെ ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ട് 2 കൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്. ഈ പറയുന്ന അമീബോയിഡ് പ്രോട്ടോസോവയ്ക്കും ഉണ്ട് കൺട്രാക്ടൈൽ വാക്യൂൾ. അതേപോലെ ഇതിന് ഡൈമോർഫിക് ന്യൂക്ലിയൈ ഉണ്ട്. 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2018 ആണോ 19 ആണോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല.
ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡൈമോർഫിക് ന്യൂക്ലിയൈ ഉള്ളത് ഏത് ഗ്രൂപ്പിലാണ്? സിലിയേറ്റഡ് പ്രോട്ടോസോമനിലാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യുന്ന മൈക്രോ ന്യൂക്ലിയസും ഉണ്ട്, അതേപോലെ തന്നെ മാക്രോ ന്യൂക്ലിയസും ഉണ്ട് ഇവർക്ക്. അതായത് ഒരു വലിയ ന്യൂക്ലിയസും ഒരു ചെറിയ ന്യൂക്ലിയസും ഉണ്ട്. ഇതിനകത്ത് ഈ വലിയ ന്യൂക്ലിയസ് അതിന്റെ ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയ ന്യൂക്ലിയസ് അതിന്റെ ക്യാരക്ടേഴ്സ്, അതായത് ഇൻഹെറിറ്റൻസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ മൈക്രോ ന്യൂക്ലിയസ് ആണ് വിത്തൗട്ട് ഫെയില് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ നെക്സ്റ്റ് സെല്ലിലേക്ക് പാസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് പാസ് ചെയ്യുന്നത് ഈ പറയുന്ന മൈക്രോ ന്യൂക്ലിയസ് ആണ്, ചെറിയ ന്യൂക്ലിയസ് ആണ്, ഓർത്തിരുന്നുള്ള. അതേപോലെ ഇതിന് എക്സാമ്പിൾ ആണ് പാരമീഷ്യം എന്ന് പറയുന്നത്. പിന്നെ സ്പോറോസോവ എന്ന് പറയുന്ന പാരസൈറ്റിക് ഫോം ആണ്. അതിന് സ്പോർ ഫോർമേഷൻ ആണ് അതിന്റെ മേജർ ഫീച്ചർ എന്ന് പറയുന്നത്. അത് മേജർ ആയിട്ട് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയാണ്. പ്ലാസ്മോഡിയം സ്പോർ ഫോർമേഷൻ അതിന്റെ ഏറ്റവും അതിന്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലുള്ള ഒരു സ്പോറാണ് നമുക്ക് ഏറ്റവും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളത്. അതാണ് സ്പോറോസോയിറ്റ് എന്ന് പറയുന്നത്. ഈ സ്പോറോസോയിറ്റ് ആണ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ സ്പോറോസോയിറ്റ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യും, നമ്മുടെ RBCനെ ബ്രേക്ക് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മുടെ ലിവർ സെല്ലിനൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം മലേറിയ എന്ന് പറയുന്നത്. മലേറിയ എന്ന് പറയുന്ന ഡിസീസ് ആണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഇത് പരത്തുന്നത്, അതിന്റെ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെക്ടർ ഇറ്റ് ഈസ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ക്ലാസ്സസ് ഒന്നും കൂടെ നോക്കാം. അമീബോയിഡ് പ്രോട്ടോസോവ, ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവ, സിലിയേറ്റഡ് പ്രോട്ടോസോവ ആൻഡ് സ്പോറോസോവ. ഇതിനകത്ത് അമീബോയിഡ് പ്രോട്ടോസോവ എന്ന് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോലറ്റിക്ക, നമ്മുടെ ബോഡിയിൽ അമീബിയാസിസ് ഉണ്ടാക്കുന്ന ഓർഗാനിസ് ആണ് എൻഡമീബ. അതാണ് നമ്മുടെ അമീബോയിഡ് പ്രോട്ടോസോവയ്ക്ക് എക്സാമ്പിൾ. അതിന്റെ സ്യൂഡോപോഡിയാണ് അതിന്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. അത് ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും അതുപോലെ തന്നെ മോയിസ്റ്റ് സോയിലിലും ഒക്കെ കാണുന്നതാണ്. സീ വാട്ടറിൽ കാണുന്നതിന് സിലിക്ക ഷെല്ലൊക്കെ ഉണ്ട് ഈ അമീബോയിഡ് പ്രോട്ടോസോവയില്. അതുപോലെ ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവയില് നമുക്ക് ഫ്രീ ലിവിങ് അല്ലെങ്കിൽ പാരസൈറ്റിക് ഫോമിൽ നമുക്ക് ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവനെ കാണാൻ കഴിയും. അതിന്റെ ലോക്കോമോഷൻ ഫ്ലാജെല്ലേനെ കൊണ്ടാണ്. പിന്നെ അതിന്റെ പാരസൈറ്റിക് ഫോമിലെ കുറെ ഡിസീസ് കോസിങ് ഓർഗാനിസംസും അതിന്റെ അസോസിയേറ്റഡ് ഡിസീസസും അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ പറഞ്ഞത്. അതായത് സ്ലീപ്പിംഗ് സിക്നസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ട്രിപ്പാനോസോമ. The vector tsetse fly it spread the trypanosoma. ഗ്ലോസിന പാൽപാലിസ് എന്ന് പറയും tsetse ഫ്ലൈക്ക്. അതുപോലെ കലാജാർ അല്ലെങ്കിൽ ദംദം ഫീവർ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ലീഷ്മാനിയ ഡോണോവാണി ഒരു ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവയാണ്. അതിന്റെ വെക്ടർ വന്ന് സാൻഡ് ഫ്ലൈ ആണ്. അതുപോലെ സിലിയേറ്റഡ് പ്രോട്ടോസോവ അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ കാണുന്നതാണ്. അതേപോലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ലോക്കോമോഷൻ കാണിക്കുന്ന ഈ പറയുന്ന സിലിയേറ്റഡ് പ്രോട്ടോസോവ പാരമീഷ്യാണ് കേട്ടോ. അതിന്റെ ലോക്കോമോട്ടറി ഓർഗൻ സിലിയാണ്. സിലിയയുടെ കോർഡിനേറ്റഡ് മൂവ്മെന്റ് കൊണ്ടാണ് അത് ഫുഡ് ക്യാപ്ചറിങ്ങും ചെയ്യുന്നത്. ഫുഡ് ക്യാപ്ചറിങ് കള്ളറ്റ് എന്ന ഒരു ഓപ്പണിംഗ് വഴിയാണ് ഫുഡ് അതിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇതിന് 2 കൺട്രാക്റ്റൈൽ വാക്യൂളാണുള്ള ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ട്. ഡൈമോർഫിക് ന്യൂക്ലിയസ് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ്. ഒരു മാക്രോ ന്യൂക്ലിയസ് ഒരു മൈക്രോ ന്യൂക്ലിയസ്. അതിന്റെ ഇൻഹെറിറ്റൻസിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് മൈക്രോ ന്യൂക്ലിയസ് ആണ്. ഇനി സ്പോറോസോവ എന്ന് പറയുന്ന പാരസൈറ്റിക് ഫോമിലുള്ളതാണ്. അതിന്റെ സ്പോർ ഫോർമേഷൻ ആണ് അതിന്റെ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇത് സാധാരണ പ്ലാസ്മോഡിയം ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിലാണ് കാണാം. ഈ പ്ലാസ്മോഡിയം മലേറിയാണ് നമുക്ക് ഇൻഫെക്ഷൻ തരുന്ന ഓർഗാനിസം. പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൾസിപ്പാരം, പ്ലാസ്മോഡിയം ഒവാരിസ്, അങ്ങനെ കുറെ ഓർഗാനിസംസ് ഉണ്ട്. ഒവയിൽ നമുക്കത് പഠിക്കാം കേട്ടോ. ഇപ്പോഴല്ല, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത് പരത്തുന്ന വെക്ടർ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയില്. അപ്പൊ നമ്മൾ പഠിച്ച 5 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പ്രോട്ടിസ്റ്റ: ക്രൈസോഫൈറ്റ്, ഡൈനോഫ്ലാജെല്ലേറ്റ്, യൂഗ്ലിനോയിഡ്, സ്ലൈം മോൾഡ് ആൻഡ് പ്രോട്ടോസോവ. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ.